കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് TV, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. 22 വയസ്സുകാരി മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആൺസുഹൃത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അലയമൺ പുത്തയം മരുതിവിള വീട്ടിൽ രമണൻ എന്ന 43-കാരനെയാണ് അഞ്ചൽ പോലീസ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തത്. രമണനൊപ്പം താമസിച്ചു വന്ന സൂര്യ എന്ന 22-കാരി കഴിഞ്ഞ 10-നാണ് പുത്തയത്തെ വീട്ടിനുള്ളിൽ വെച്ച് തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം രാവിലെ മരണപ്പെടുകയായിരുന്നു. 2 വർഷം പുത്തയം സ്വദേശിയായ രമണനോടൊപ്പം താമസിച്ചു വരികയായിരുന്നു സൂര്യ. നിത്യവും മദ്യപിച്ചെത്തുന്ന രമണൻ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഇതിൽ മനംനൊന്താണ് സൂര്യ ആത്മഹത്യ ചെയ്തതെന്ന് ബന്ധുക്കൾ പറയുന്നു. അവനെതിരെ അവനാണ് ചെയ്തത്. ഇത് അവന്റെ 3ാമത്തെ ഭാര്യയാണ്. ആദ്യത്തെ ഭാര്യ മരിച്ചുപോയി, ആത്മഹത്യയായിരുന്നു. 2ാമതും അവന്റെ ഭാര്യ കളഞ്ഞിട്ട് പോയി. ഇതിനിടയിൽ ഒരുപാട് സ്ത്രീകൾ അവന്റെ ജീവിതത്തിലേക്ക് വന്ന് അതിൽ ആരുടെയാണോ എനിക്കറിയില്ല. ആദ്യത്തെയാണോ 2ാമത്തെയാണോ 3ാമത്തെയാണോ, അതിൽ 2 മക്കളും ഉണ്ട്. എനിക്കറിയില്ല ആദ്യത്തെയാണോ ഏതാണെന്നൊന്നും. ഒരു പെണ്ണും ഒരാണും ഉണ്ട്. ആ കുഞ്ഞുങ്ങളുടെ ജീവിതവും ഒരുപാട് സ്ത്രീകളുടെ ജീവിതവും അവസാനം ചെറുപ്രായമുള്ള 22 വയസ്സുള്ള എൻ്റെ മകളുടെ ജീവിതവും അവൻ നശിപ്പിച്ച്. ഇനി അവൻ ഒരിക്കലും ആർക്കും ആരുടെ മക്കളെയും നശിപ്പിക്കും. ഈ 1 വയസ്സുള്ള കുഞ്ഞിന് ആരും ഇല്ലാണ്ടായി, അനാഥയാക്കി. അച്ഛനും ഇല്ല, അമ്മയും ഇല്ല, ആരും ഇല്ലാതാക്കി കളഞ്ഞു. അവന് വേണ്ടായിരുന്നെങ്കിൽ എന്നോട് പറയാമായിരുന്നു, നിങ്ങളെ മോളെ എനിക്ക് വേണ്ടെന്ന്. പക്ഷെ പറഞ്ഞില്ല, എന്നെ അറിയിച്ചില്ല. എനിക്കിനി ഇതിൽ കൂടുതലൊന്നും പറയില്ല. കേസ് പോലീസുകാർ നോക്കിക്കോളും. പോലീസുകാരുടെ കയ്യിലാണ്. അവൻ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ്. സൂര്യയുടെ മാതാപിതാക്കളുടെ പരാതിയിൽ കേസെടുത്ത അഞ്ചൽ പോലീസ് ഗാർഹിക പീഡനം, ആത്മഹത്യാ പ്രേരണ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി രമണനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പിന്നീട് വൈദ്യപരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ മൃതദേഹം സംസ്കരിച്ചു. മരണപ്പെട്ട സൂര്യയ്ക്ക് 11 മാസം പ്രായമുള്ള ഒരു കുട്ടിയുണ്ട്. നാട്ടുവാർത്ത, അഞ്ചൽ. ഭാഗ്യം നിങ്ങളെ തേടിയെത്തിയാൽ സ്വന്തമാക്കാം ഒരു മഹേന്ദ്ര താർ. കൈരളി ജുവല്ലേഴ്സ് ഒരുക്കുന്ന ഓണം ബമ്പർ മഹോത്സവം ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 16 വരെ. അതായത് ചിങ്ങമാസത്തിൽ കൈരളി ജുവല്ലേഴ്സിന്റെ ഏതെങ്കിലും ഷോറൂമിൽ നിന്ന് 50,000 രൂപയ്ക്ക് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് ഓണം ബമ്പർ നറുക്കെടുപ്പിൽ പങ്കെടുക്കാനുള്ള അവസരം. ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നത് ബമ്പർ സമ്മാനമായി ഒരു മഹേന്ദ്ര താർ. അപ്പൊ പിന്നെ എന്തിനു കാത്തിരിക്കണം? ചിങ്ങമാസത്തിൽ ഒരു ഗോൾഡ് പർച്ചേസ് ഉണ്ടെങ്കിൽ അത് കൈരളിയുടെ സംശുദ്ധ സ്വർണം തന്നെയാകട്ടെ. Unbelievable choices. Kairali Jewelers.